പോർട്ട മാറ്റുമ്പോ HTTP പോർട്ട് എടുത്തോണ്ട് ഇപ്പൊ ഞാൻ ഇപ്പോ 22 വെക്കണം SSH പോർട്ടില്. അപ്പൊ SSH ഡയറക്റ്റ് 18 വന്നു ഓരോ. ഇല്ല, അത് നമ്മൾക്ക് ഓർക്കേണ്ട കാര്യം, ഒരു പോർട്ടിലാണ് നമ്മൾ ഒരു പോർട്ട് നമ്പറിലാണ് ഒരു സർവീസ് കോൺഫിഗർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ 22 നമ്മൾ HTTP സർവീസ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം പോർട്ടിൽ നമുക്ക് വേറെ സർവീസ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോർട്ട് യുണീക്ലി ഐഡന്റിഫൈസ് എ സിംഗിൾ സർവീസ്. അപ്പോൾ ഒരു പോർട്ടിനകത്ത് ഒരു സർവീസ് മാത്രം നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? SSH വേറെ ഏതെങ്കിലും പോർട്ടിൽ എക്സെപ്റ്റ് 22. ഇപ്പൊ 22 വെബ് ആണെങ്കിൽ നമുക്ക് വെബ് മാത്രമേ കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. SSH അപ്പോൾ വേറെ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള പോർട്ടിൽ കോൺഫിഗർ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ ഇപ്പൊ Nmap ഇട്ട് നമ്മൾ അത് സ്കാൻ ചെയ്യുമ്പോൾ Nmap കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ ഇതാണ് ഈ പോർട്ടാണ് HTTP റൺ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ സാധ്യത കുറവാണ്. ഇത് സാധാരണ ഡിഫോൾട്ട് പോർട്ടുകളിൽ ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ ഓരോ പോർട്ടുകൾ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയും. ഇപ്പം ചില സർവീസുകൾക്ക് ആ യുണീക്ക് ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയാം, ഈ ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ്സ്. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് തരുന്ന യുണീക്ക് വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ചിലപ്പോൾ Nmap ഏത് സർവീസാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. മേ ബി ആ ഫിംഗർ പ്രിന്റിംഗ് വഴി ചിലപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ Nmapന് പറയാൻ പറ്റിയേക്കാം ഇത് HTTP ആണെന്നുള്ളത്. HTTP ഒക്കെ മിക്കവാറും പറയേണ്ടതാണ്. മനസ്സിലായോ? ഫിംഗർ പ്രിന്റിംഗ് എന്നാണ് പറയാ. ഫിംഗർ പ്രിന്റിംഗ് ആ ഒരു ഓരോ പോർട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സർവീസുകളുടെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു വാല്യൂ മീൻസ് ഫിംഗർ പ്രിന്റ് എന്ന് അതിന് പറയാം. ഡിജിറ്റൽ ഫിംഗർ പ്രിന്റിംഗ്. ഈ ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഈ ഫിംഗർ പ്രിന്റിംഗ് നോക്കിയിട്ടാണ് ചിലപ്പോൾ സെർവറിന്റെ OS ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നില്ലേ? കണ്ടിട്ടുണ്ടോ സെർവർ OS? അതൊക്കെ ഈ പറയുന്ന ഫിംഗർ പ്രിന്റിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് ഏത് OS ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അഭിരാജ് ഇല്ലേ ഇന്ന്? അഞ്ജന എന്തെങ്കിലും ഇൻഫോം ചെയ്തായിരുന്നു അഭിരാജ്? ഓക്കെ, നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാന് ശരിക്ക് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന കണ്ടിന്യൂറ്റി കുറച്ചും കൂടി ഈ പറയുന്ന എന്താണ് IP MAC TCP ഒക്കെ നമ്മൾ പറഞ്ഞാണല്ലോ. ഞാൻ OSI ലെയറും അതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ബട്ട് നമുക്ക് അതിൽ ടച്ച് ചെയ്യാനുള്ള ഒരു സമയമില്ലാന്ന് തോന്നുന്നു. ഇന്നാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേ. സോ ഞാൻ അതിലേക്ക് വരാം, ലാസ്റ്റിലേക്ക് വരാം. ബിഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് ഒരു പ്രോക്സിയും VPN പറഞ്ഞിട്ട് പോവാം. എന്താണ് പ്രോക്സി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ VPN പ്രോക്സി? VPN പ്രോക്സി കേട്ടിട്ടുണ്ടോ? എന്താണ് ഇത്? എന്താണ് VPN? എന്താണ് പ്രോക്സി? ഒന്ന് പറയാൻ പറ്റുമോ? VPN വെച്ചാൽ സെർവർ ചേഞ്ച് ചെയ്യാം. ഓരോ ടൈം സെർവർ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാറ്റാം VPN വെച്ച്. പ്രോക്സി എന്ന് വെച്ചാൽ പറ്റും, അത് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ടൈം ഈ ഒരു സെർവറിൽ നിന്ന് മാറി വരുന്നത് പോലെ വരും. എന്താണ് ഈ സംഭവം? എന്താണ് ഇത് ചെയ്യാൻ? എന്തിനു വേണ്ടിയാണ് നമ്മൾ VPN അല്ലെങ്കിൽ പ്രോക്സി ഉപയോഗിക്കുന്നത്? രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. രണ്ടും ഐഡന്റിറ്റി മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രൈവസി എന്ന് പറയാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. നമുക്ക് നമ്മുടെ IP അഡ്രസ് ഡീറ്റെയിൽസ് നമ്മളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ IP ചിലപ്പം റിവീൽ ആവാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രൈവസി റീസൺസിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ്സ് വൺ റീസൺ. ഇനി ഏതെങ്കിലും അതർ റീസൺ ഉണ്ടോ? ഒറിജിനൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാതിരിക്കാൻ. അത് ഓക്കെ, നമ്മുടെ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ആവാതിരിക്കാൻ. അത് ദാറ്റ് കംസ് അണ്ടർ പ്രൈവസി. നമ്മുടെ പ്രൈവസിയിൽ വരുന്ന ഒരു വിഷയമാണല്ലോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ അതല്ലാത്ത വേറെ എന്തെങ്കിലും യൂസേജ് ഉണ്ടോ? മേ ബി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വിഷ്ണു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലോ കയറുന്നത്. ഏതോ മോണിറ്ററിംഗ് ആണോ? ഫെറ്റ്ലെന്നാണോ? ഓക്കെ, ശരി. അഖിലാഷ്, തൻസി, അപ്പൊ നിങ്ങള് ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ഓക്കെ, യെസ്. അതായത് നമുക്ക് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്ന ചില രാജ്യങ്ങളിൽ ചില കണ്ടന്റുകൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും.
അപ്പോ അത്തരത്തിലുള്ള കണ്ടന്റുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് VPN ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രോക്സി ഉപയോഗിക്കാം. ബട്ട് എന്താണ് ഇത് രണ്ടും ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും? എങ്ങനെയാണ് അവിടെ ഏതെങ്കിലും ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ആവുന്നത്? ഓക്കെ ഫൈൻ. അതായത് പ്രോക്സിയും VPNും ചെയ്യുന്ന പ്രൊസീജിയർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് അവർ രണ്ട് ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. സാധാരണ നമ്മൾ പ്രോക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ പറയുന്നത് എന്തിനാണ്? ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്താ സംഭവം, നമ്പർ കയറി വിളിച്ചിട്ട് അറ്റൻഡൻസ് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ? ഇതെന്താ ചെയ്യുന്നത്? ഇത് പ്രോക്സിയിങ് ആണ്. അതായത് നമ്മൾക്ക് പകരം വേറൊരാള് നമുക്ക് വേണ്ടി അറ്റൻഡൻസ് വിളിക്കുന്ന പറയുന്ന സംഭവം. ഇതേ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഈ പ്രോക്സി സെർവേഴ്സും VPN സെർവേഴ്സും നമുക്ക് ചെയ്തു തരുന്നത്. ആക്ച്വലി ഓൺ ബിഹാഫ് ഓഫ് അസ്, നമുക്ക് വേണ്ടി നമ്മളൊരു കണ്ടന്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഡയറക്റ്റ് ആ കണ്ടന്റ് ഉള്ള സെർവറിലേക്ക് പോകുന്നതിന് പകരം our request will go to this server, proxy server, and the proxy server will forward that request to the original server. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്, ആ കണ്ടന്റ് ഉള്ള സെർവറിലേക്ക് നമുക്ക് വേണ്ടി നമ്മുടെ റിക്വസ്റ്റിനെ റൂട്ട് ചെയ്യും. ഐ മീൻ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഇതാണ് പ്രോക്സി ചെയ്യുന്നത്. സോ ദ സെർവർ വിൽ നോട്ട് ഐഡന്റിഫൈ ഹൂ ഈസ് ഒറിജിനൽ റിക്വസ്റ്റിംഗ് ദി കണ്ടന്റ് എന്ന് മനസ്സിലാവില്ല അല്ലെ? ഹൂ ഈസ് ഒറിജിനലി റിക്വസ്റ്റിംഗ് ദി കണ്ടന്റ് എന്ന് മനസ്സിലാവില്ല അല്ലെ? പകരം ആരുടെ IP ഉണ്ടാവുക? ഈ പ്രോക്സി സെർവറിന്റെ IP ആണ് സെർവറിനെ സംബന്ധിച്ചിടത്തോളം അവർ കാണാം. ഈ പ്രോക്സി സെർവറിലേക്ക് കണ്ടന്റ് സെർവർ അയക്കും. ഈ പ്രോക്സി സെർവർ പിന്നെ ഈ കണ്ടന്റ് നമുക്ക് ഒറിജിനലി അയക്കും. ഇതാണ് ഈ ഒരു ഇടനിലക്കാരൻ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഈ പ്രോക്സി സെർവർ ഇറക്കിയത്. സോ ഒബ്വിയസ്ലി ദ യൂസേജസ് അഖിലേഷ് പറഞ്ഞതുപോലെ പ്രൈവസി, ബിക്കോസ് നമ്മുടെ IP റിവീൽ ആവുന്നില്ല, നമ്മുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ റിവീൽ ആവുന്നില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. രണ്ടാമത്തെ എന്തായിരുന്നു? നമുക്ക് ആക്സസിബിൾ അല്ലാത്ത കണ്ടന്റ് ഉള്ള വെബ്സൈറ്റുകൾ, ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് മേ ബി എന്താ ഇപ്പം പറയാം, എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇപ്പം ഫേസ്ബുക്ക് ബാൻഡ് ആണെന്ന് ചോദിച്ചു. ചൈനയിലൊക്കെ ഫേസ്ബുക്ക് ബാൻഡ് ആണ്. സോ ഈ ഫേസ്ബുക്ക് ചൈനക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിന് നമുക്ക് ഈ പ്രോക്സി സർവീസ്, ചില പ്രോക്സികളും അവിടെ ബാൻഡ് ആണ്, പ്രശ്നമാണ്. അപ്പൊ ബട്ട് ദി ഐഡിയ ഈസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ചൈനയിലുള്ള ഒരു IP അഡ്രസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് റിക്വസ്റ്റ് അയക്കാൻ പറ്റില്ല. സോ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ? സോ ഇതെന്ത് ചെയ്യും? ഒരു പ്രോക്സി സെർവറിലേക്ക്, അതായത് ചൈനക്ക് പുറത്തുള്ള ഒരു സെർവറിലേക്ക് നമ്മൾ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ പ്രോക്സി സെർവർ നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ഒറിജിനൽ സെർവറിലേക്ക് അയച്ചോളൂ. അപ്പൊ ആ പ്രോക്സിയാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. സോ ലിറ്ററലി നമ്മൾ ഒരു ബാനിങ് എന്ന് പറഞ്ഞ സംഭവത്തിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് രണ്ടാമത്തെ യൂസേജ് വരുന്നത്. എന്താണ്? ബാൻഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബാൻഡ് ആയിട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഒരു യൂസേജ് ആയിട്ട് വരുന്നത് പ്രോക്സി. സോ അഗൈൻ നമ്മൾ VPNലേക്ക് വരുന്നത്. എന്താ VPNും ഡൂയിങ് ദ സെയിം തിങ്. നമ്മുടെ റിക്വസ്റ്റിനെ നമുക്ക് വേണ്ടി റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, സെർവറിലേക്ക് അയക്കുന്നു. ബട്ട് വേർ ഈസ് ദ ഡിഫറൻസ്? എന്താണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും? തൻസി എന്തോ പറയാൻ വന്നായിരുന്നല്ലോ? ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ടോ അതോ രണ്ടും ഒന്നാണോ? എന്താ നിങ്ങളുടെ ഒരു തോന്നൽ? ഡിഫറൻസ് ഉണ്ടാവും, ഓൾമോസ്റ്റ് സെയിം തന്നെ ആവും. വർക്കിംഗ് സെയിം ആണ്, പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരെണ്ണത്തിൽ നമ്മുടെ റിക്വസ്റ്റ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോവുക. നമ്മുടെ റിക്വസ്റ്റിനെ ടണൽ ചെയ്യും, എൻക്രിപ്റ്റഡ് ടണൽ. ആ ടണൽ ചെയ്തിട്ടാണ് റിക്വസ്റ്റ് പോവുക. ഇതിൽ ഒരെണ്ണത്തിൽ ഏതായിരിക്കും എന്ന് ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? VPNിലാണ്. വെരി ഗുഡ്. VPNിലാണ് നമ്മുടെ റിക്വസ്റ്റ് എൻക്രിപ്റ്റഡ് ആയിട്ട് പോവുക. സോ ഇറ്റ് ഗിവ്സ് അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി അല്ലെ? VPN ആണ് കൂടുതൽ സെക്യൂരിറ്റി തരുന്നത് പ്രോക്സിയേക്കാൾ. പ്രോക്സിയിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിലാണ് നമ്മുടെ റിക്വസ്റ്റുകൾ പോവുക. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന പ്രോക്സി സർവീസുകളില്ലേ, ഈ സർവീസുകൾക്ക് നമ്മുടെ IP അഡ്രസ്സും ഐ മീൻ ഈ പറയുന്ന അഗൈൻ ഇതിന്റെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റിലാണ് പോകുന്നത്.
ഓക്കെ. ബട്ട് VPN സർവീസുകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ റിക്വസ്റ്റുകൾ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോകുക. സോ ഈവൻ ദ കണ്ടന്റ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്താണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ഏത് ഇതിലേക്കാണ് റിക്വസ്റ്റ് ചെയ്തതെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് VPN ഉം പ്രോക്സിയും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? യെസ്. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയണം. VPN ആണോ പ്രോക്സി ആണോ കൂടുതൽ ഫാസ്റ്റർ? പ്രോക്സി. ആയിട്ട് നിങ്ങളുടെ ഓക്കെ. സോ ഞാൻ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് വെർച്വലൈസേഷൻ, ടാലി ലിനക്സ് അങ്ങനെ OS കേണൽ അങ്ങനത്തെ കുറച്ച് കോർ സാധനങ്ങളെ OS-നെ പറ്റി പറയാം. അതിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. എന്താണ് OS? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് യു മീൻ ബൈ OS? OS എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒബ്വിയസ്ലി. വേറെ എന്തെങ്കിലും കാര്യം മനസ്സിൽ വരുന്നത്? അഭിരാജ് കുറച്ച് ലേറ്റ് ആയി. ഞാൻ ആദ്യം പറഞ്ഞത് പ്രോക്സിയും VPN-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് അഭിരാജ് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. പക്ഷെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലെ? ഓക്കെ. എന്താ ഡിഫറൻസ് അഭിരാജ്? പ്രോക്സി അൺസെക്യൂർ ആയിരിക്കും. നമ്മൾ ഒറിജിനൽ വെബ് സെർവറിലേക്ക് നമ്മൾ വേറൊരു സെർവറിൽ അയച്ചിട്ട് ഇതാണ് രണ്ടും ചെയ്യുന്നത്. പക്ഷെ ഒരെണ്ണത്തിൽ ഏതിൽ പ്രോക്സിയിൽ നമ്മുടെ റിക്വസ്റ്റ് എൻക്രിപ്റ്റഡ് ഒന്നും അല്ല, പ്ലെയിൻ ടെക്സ്റ്റിലാണ് പോവാ. ഓക്കെ. പക്ഷെ VPN-ൽ നമ്മുടെ റിക്വസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് പോവാ. എൻക്രിപ്ഷൻ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നത്, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിട്ട്. ഇതും കൂടി ഞാൻ പറഞ്ഞേക്കാം, മനസ്സിൽ ഓർത്ത് വെച്ചോ. എൻക്രിപ്ഷനും ഹാഷിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എൻക്രിപ്ഷൻ ഈസ് എ 2-way പ്രോസസ്. മീൻസ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഒരു റിവേഴ്സ് പ്രോസസ്സ് കൂടെ ഉണ്ട്. ഡീക്രിപ്ഷൻ എന്നാണ് അത് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡീക്രിപ്ഷൻ എന്താ? സൈഫർ ടെക്സ്റ്റിൽ നിന്ന് തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റിനെ റിക്കവർ ചെയ്യുന്ന പരിപാടിയാണ് ഡീക്രിപ്ഷൻ. സോ എൻക്രിപ്ഷൻ ഹാസ് എ റിവേഴ്സ് പ്രോസസ് കോൾഡ് ഡീക്രിപ്ഷൻ. ബട്ട് ഹാഷിംഗ് ഈസ് എ 1-way ഫംഗ്ഷൻ. ഓക്കെ. 1-way ഫംഗ്ഷൻ മീൻസ് യു കനോട്ട് റിവേഴ്സ് ദി ഹാഷ് ടു ദി പ്ലെയിൻ ടെക്സ്റ്റ്. ഈ ഹാഷ് വാല്യൂയെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. സോ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് മോർ സെക്യൂർ? എൻക്രിപ്ഷൻ ആണോ ഹാഷിംഗ് ആണോ? ഹാഷിംഗ് ആണ് മോർ സെക്യൂർ അല്ലെ? സോ ഈ പറയുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ മീൻസ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാം. നമ്മുടെ പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട്, പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല ഇതിൽ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നത്. പകരം ഈ പാസ്വേഡ്, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടറിന്റെ ഒരു സ്ട്രിങ് ആക്കിയിട്ട് മാറ്റി. ഇതിനെയാണ് ഹാഷ് എന്ന് വിളിക്കുക. ഹാഷസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാല്യൂ ഡാറ്റാബേസിൽ സ്റ്റോർ ആവുന്നത്. മനസ്സിലായി? ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു ഹാഷ് എങ്ങനെ ഉണ്ടാവും കാണിക്കാം. ഓക്കെ. MD5 എന്ന് പറയുന്ന ഒരു ഹാഷിംഗ് ആൽഗോരിതമാണ്. MD5 എന്ന് പറയുന്ന ഒരു ഹാഷിംഗ് ആൽഗോരിതമാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഒരാള് ചിലപ്പോ പാസ്വേഡ് എന്നൊക്കെ കാണാലോ. ഹലോ, റെസ്പോൺസ് തരണേ. ഇങ്ങനെയൊക്കെ പാസ്വേഡ് അടിക്കുന്ന ആൾക്കാരില്ലേ? ഓക്കെ, പാസ്വേഡ്. ഇതിന്റെ MD5 ഹാഷ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഇതാണ് MD5 ഹാഷ്. ക്ലിയർ? ഇതിൽ ചിലപ്പോ ഞാൻ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിന്ന് വിചാരിച്ചു, ഒരു ചെറിയ ചേഞ്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന ഹാഷുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെ കിട്ടുന്നു? കാരണം നമ്മൾ ചെറിയ ചേഞ്ച് അല്ലേ വരുത്തുള്ളൂ, സ്ലൈറ്റ് ചേഞ്ച്, ഒരു ഡോട്ട് ഇട്ടു. ഓക്കെ, കംപ്ലീറ്റ്ലി മാറിപ്പോയി അല്ലെ വാല്യൂ. ഇതാണ് ഹാഷിങ്ങിന്റെ ഒരു പ്രത്യേകത. ഒരു ഈവൻ ദി സ്ലൈറ്റസ്റ്റ് ചേഞ്ചസ് ക്യാൻ റിസൾട്ട് ഇൻ എ വെരി റാൻഡം
റിസൾട്ട്സ്. മനസ്സിലായോ? ക്ലിയർ? ഞാൻ പറയുന്നത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഹാഷിംഗ് എന്ന് പറയുന്നത് അഖിലേഷ് പറയും. പറഞ്ഞു അഭിരാജ്. അല്ല ഒന്നുമില്ല, മനസ്സിലായി. ഓക്കെ. ഹാഷിംഗിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ പോലും എൻഡ് റിസൾട്ട് റാൻഡം ആയിട്ട് മാറും. ഇതാണ് ഹാഷിങ്ങും എൻക്രിപ്ഷൻ തമ്മിലുള്ള വ്യത്യാസം. ഒന്നും കൂടി പറഞ്ഞേ, എന്താണ് എൻക്രിപ്ഷനും ഹാഷിങ്ങും തമ്മിലുള്ള വ്യത്യാസം? എൻക്രിപ്ഷൻ ഈസ് എ 2-way പ്രോസസ്. മീൻസ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു റിവേഴ്സ് പ്രൊസീജിയർ ഉണ്ട്. ഡീക്രിപ്ഷൻ എന്നാണ് അതിന്റെ പേര്. അതായത് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇതിൽ നിന്ന് തിരിച്ച് സൈഫർ ടെക്സ്റ്റിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ബട്ട് എന്ത് വേണം? കീ വേണം കേട്ടോ. കീ ഉണ്ടെങ്കിലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ പക്ഷെ അങ്ങനെ ഒരു പ്രൊസീജിയർ അവിടെ ഉണ്ട്. ബട്ട് ഹാഷിങ്ങിൽ ലാസ്റ്റ് കണ്ട ഹാഷ് വാല്യൂയിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ബിക്കോസ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തിരിച്ച് അതിന്റെ റിവേഴ്സ് പ്രൊസീജിയർ ചെയ്യാൻ ടെക്നിക്കലി പോസിബിൾ അല്ല ഹാഷിങ്ങിൽ. ഓക്കെ, സോ ദർ ഈസ് നോ പ്രൊസീജിയർ കോൾഡ് ഡീഹാഷിംഗ്. ഡീഹാഷിംഗ് എന്നൊരു സാധനം ഇല്ല, ഹാഷിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സംഭവം. ഇനി ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ പാസ്വേഡ് പോലെയുള്ള ഒരു സ്ട്രിങ്ങിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ ഫയൽസിലടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ഫയലുകളിൽ നിന്ന് ഹാഷ് വാല്യൂ ഉണ്ടാക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ഫേമസ് കേസ് ഉണ്ടായിരുന്നു കേരളത്തിൽ ബന്ധപ്പെട്ട്. അപ്പൊ ആ കേസില് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമാണോ അറിയില്ല, ബാക്കിയുള്ളവർക്കും അങ്ങനെയാണോ? ബ്രേക്ക് ഉണ്ട്. ഓക്കെ, എവിടെ വരെ നിങ്ങൾ കേട്ടു? പറഞ്ഞ കേട്ടില്ല. എവിടെ വരെ ഏതാ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. എക്സാമ്പിൾ പറഞ്ഞിരുന്നു കേരളത്തിൽ. കേരളം മാത്രം കേട്ടു, ബാക്കി കേട്ടില്ല. അല്ല, ഇപ്പൊ കേൾക്കാലോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, തൻസി കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ, കേരളത്തിൽ ഒരു ഫേമസ് കേസ് ഉണ്ടായിരുന്നു. കേസ് നടി ആക്രമിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഓർമ്മയുണ്ടോ? അറിയോ? ആ കേസിൽ ഇടയ്ക്കൊരു പത്രത്തിൽ ന്യൂസ് വന്നായിരുന്നു, മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞിട്ട്. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്ന സ്വഭാവമുള്ളവരാണോ? അറിയോ? കേട്ടിട്ടുണ്ടോ? എന്നാ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിങ്ങിന് മാത്രമുള്ളതല്ല, ഫയലുകൾക്ക് ഹാഷ് വാല്യൂ ഉണ്ടാക്കാം. ഇത്തരത്തിന് എന്തിനു വേണമെങ്കിലും നമുക്ക് ഹാഷ് വാല്യൂ ചെയ്യാൻ പറ്റും. സോ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഹാഷ് വാല്യൂ ഒരു ചെറിയ സ്ട്രിങ്ങിനകത്ത് ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും ഹാഷ് വാല്യൂ റാൻഡം ആയിട്ട് മാറും. ഇതേപോലെയാണ് ഒരു മെമ്മറി കാർഡിനകത്ത് ഒരു ചെറിയ ആക്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് മാറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്താലോ എല്ലാം ഹാഷ് വാല്യൂ റാൻഡം ആയിട്ട് മാറും. ഓക്കെ, ഇതുകൊണ്ടാണ് അത് വലിയ വാർത്തയായത്. ഹാഷ് വാല്യൂ ചേഞ്ച് ആയിരുന്നതിന്റെ അർത്ഥം ആ മെമ്മറി കാർഡ്, അതായത് സൂക്ഷിച്ച് വെക്കേണ്ടിയിരുന്ന ആ മെമ്മറി കാർഡിനകത്ത് വേറെ ആരോ ആക്സസ് ചെയ്തു എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. സോ ഇതാണ് ഹാഷിംഗ്. ഹാഷിംഗ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹാഷിംഗും നമുക്ക് അവിടെ വെക്കാം. ഹാഷിംഗ് നമ്മുടെ സിലബസിലൊന്നും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. സോ പാസ്വേഡുകൾ പോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാഷിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അതല്ലാത്ത നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഏതെങ്കിലും ചാറ്റുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോവുക. ഓക്കെ, എക്സാമ്പിൾ വാട്സപ്പ് ചാറ്റുകൾ, അതിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് നിങ്ങൾ കാണാം. അതിൽ ഹാഷിംഗ് അല്ല, എൻക്രിപ്ഷൻ ആണ്. നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഹാഷ് ചെയ്തിട്ടായിരിക്കും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് വോയിസ് ബ്രേക്ക് ആയിക്കാ സാറേ. ഹലോ ഇപ്പൊ കേൾക്കാമോ? ഓക്കെ ആണല്ലോ? വോയിസ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, സോ എവിടെയായിരുന്നു? OS-നെ പറ്റിയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? OS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം? എനി ഐഡിയ? നിങ്ങളുടെ ഇൻപുട്ട് വേണം എനിക്ക്. ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഞാൻ തന്നെ പറയാം എന്നാല്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് OS-ന്റെ കാര്യം പറയാം. നമ്മളിപ്പോ നമ്മൾ ഒരുപാട്
ക്യാമ്പിനൊക്കെ പോകുന്നവരാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മളൊരു ക്യാമ്പിന് പോവാണ്. നമ്മൾ ഒരുപാട് പേരുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞ സമയത്ത് നിങ്ങളെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്യാമ്പിംഗ് സെറ്റപ്പിലാണ്. ലഞ്ച് ബ്രേക്കിന് പിരിയുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ സാറ് വന്ന് പറയാണ്, ഓക്കെ എല്ലാവർക്കും ഉള്ള ഫുഡ് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും പോയി കഴിച്ചോന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? എങ്ങനെയായിരിക്കും? എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കട്ടോ, എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ടേബിളിന്റെ മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പോയി കഴിച്ചോന്ന് പറഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? എനി ഐഡിയ എന്തായിരിക്കും സംഭവിക്കുക? പറഞ്ഞോ അഭിരാജ്, കേൾക്കുന്നില്ല, പറഞ്ഞോ. എന്തായിരിക്കും സംഭവിക്കുക? പറയണം, നിങ്ങൾ പറയണം. ഞാൻ ടെക്നിക്കൽ ആയിട്ടുള്ള ചോദ്യം ഒന്നും അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പറഞ്ഞോ. ഒന്നും കൂടി പറയോ? ഓക്കെ, നിങ്ങൾ ക്യാമ്പിന് പോയ സമയത്ത് നിങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഉച്ച സമയത്ത് നിങ്ങൾ ക്യാമ്പ് തൽക്കാലത്തേക്ക് ബ്രേക്കിന് പിരിഞ്ഞു. അപ്പൊ നിങ്ങളുടെ സാറ് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ആകെ തിരക്കും ബഹളവും ആവും. മൊത്തം ഫുഡ് എല്ലാവരും ഫസ്റ്റ് പോയവർക്ക് കുറെ കിട്ടും, പിന്നാലെ വരുന്നവർക്ക് ഒന്നും കിട്ടില്ല, മൊത്തം പ്രശ്നമായി, ആകെ അലമ്പാവും അല്ലെ? ഓക്കെ, എക്സാക്ട്ലി. പക്ഷെ ഞാൻ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ പറയാം. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ സാറ് വന്ന് പറയാണ്, ഓക്കെ എല്ലാവരും ക്യൂ വന്ന് നിൽക്ക്, എല്ലാവർക്കും ഫുഡ് ഞങ്ങൾ എടുത്തു തരാം, വിളമ്പി തരാം, നിങ്ങൾ പ്ലേറ്റ് എടുത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും ഫുഡ് കിട്ടുമോ? ഈ സാറ് ചെയ്തത് OSന്റെ പണിയാണ്, മനസ്സിലായോ? OSകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള നിങ്ങൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്രോസസ്സുകളാണ്. ഓക്കെ, പലതരം പ്രോസസ്സുകൾ, പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പല സോഫ്റ്റ്വെയറുകളായിരിക്കും, എന്താ പറയാ, പല ആപ്ലിക്കേഷൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷനുകൾക്കെല്ലാം റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലെ, റിസോഴ്സ് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ റിസോഴ്സസ്? കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമുണ്ട്, മെമ്മറി ആവശ്യമുണ്ട് അല്ലെ? മെമ്മറി എന്തിനാ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടിംഗ് പവർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞ എല്ലാവരും, നിങ്ങൾക്ക് അറിയോ? ഇത് ബേസിക്സ് ആണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. പ്രൊസസർ എന്ന് പറയും കമ്പ്യൂട്ടിംഗ് പവർ, അല്ലെങ്കിൽ പ്രൊസസർ എന്ന് പറയും. എന്താ ചെയ്യുന്ന പ്രൊസസർ? ഈ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും അല്ലെ? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ആയിരിക്കുമല്ലോ എഴുതിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്നല്ലേ? ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? അപ്പോഴല്ലേ ഇത് കമ്പ്യൂട്ടിംഗ് ആവുന്നത്, കമ്പ്യൂട്ടിംഗ് നടക്കുന്നത്. കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാലുള്ള പ്രോസസ്സിങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രൊസസ്സറാണ്. അപ്പൊ എന്റെ ചോദ്യം, പ്രൊസസ്സർ ഇപ്പം വായുന്ന് എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രൊസസ്സർ എന്താ ചെയ്യുന്നത്? അപ്പൊ പ്രൊസസ്സർ എവിടുന്നാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എനി ഐഡിയ? മെമ്മറിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ റാം ആണ്. പ്രൊസസ്സറിന്റെ റീച്ചബിൾ ആയിട്ടുള്ള ഏരിയ ആണ് റാം. അപ്പൊ പ്രോസസ്സർക്ക് അത് 1 by 1 എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? പ്രോസസ്സിംഗ് പ്രോഗ്രാം റൺ ആവുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എല്ലാ പ്രോസസ്സിനും, നമ്മുടെ സിസ്റ്റത്തിൽ ഇരിക്കുന്ന എല്ലാ പ്രോസസ്സിനും എന്താവശ്യമുണ്ട്? റിസോഴ്സുകൾ ആവശ്യമുണ്ട് അത് വർക്ക് ചെയ്യാൻ. റിസോഴ്സ് എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങൾ. ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കമ്പ്യൂട്ടിംഗ് പവർ ആയിരിക്കും. കാരണം അതിന്റെ പ്രോഗ്രാംസിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്നാ പറയാ, ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രോഗ്രാം റൺ ആവുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ ആവശ്യമാണ്? പ്രോസസ്സിംഗ് ആവശ്യമാണ്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ആവശ്യമായ റിസോഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തത് റാം ആണ്. റാം ആവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തത് ചിലപ്പോൾ ഹാർഡ് ഡിസ്കും നിങ്ങളുടെ എന്താണ് സെക്കൻഡറി മെമ്മറി ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് എന്തൊക്കെ ആവശ്യമാണ്? പ്രോസസർ, റാം, സെക്കൻഡറി സ്റ്റോറേജ്. മനസ്സിലായോ? ഇത് ആവശ്യമുണ്ടോ എല്ലാ പ്രോസസ്സിനും? അപ്പോ ഞാൻ പറഞ്ഞു വന്ന എക്സാമ്പിൾ നിങ്ങൾ കണക്ട് ആക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഫുഡ് ആണ് ഇവിടെ ഈ പറയുന്ന പ്രോസസ്സ്, ഈ റിസോഴ്സുകൾ. നിങ്ങൾക്ക് ഫുഡ് ആവശ്യമാണെന്നതുപോലെ പ്രോസസ്സുകൾക്ക്, നിങ്ങൾ എന്ന് പറയുന്നത് പ്രോസസ്സുകളാണ്. ഓരോരുത്തർ ഓരോ പ്രോസസ്സുകളാണ്. ഓക്കെ, ഓരോരുത്തർ ഓരോ പ്രോസസ്സുകളാണ്. നിങ്ങളുടെ റിക്വയർമെന്റ് ഫുഡ് ആയിരുന്നു എന്നതുപോലെ പ്രോസസ്സുകൾക്ക് റിക്വയർമെന്റ് എന്താ? ഈ പറയുന്ന കാര്യങ്ങളാണ്. പ്രോസസ്സിംഗ് ആവശ്യമാണ്,
മെമ്മറി ആവശ്യമാണ്, സെക്കൻഡറി സ്റ്റോറേജ് ആവശ്യമാണ്. മനസ്സിലായോ? സ്റ്റോറേജ് ആവശ്യമാണ്. എന്തിനാ ഇതിൽ പറയുന്ന സ്റ്റോറേജ്? സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിനെ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയാറില്ലേ? ഹാർഡ് ഡിസ്കിനകത്താണ് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസും ആപ്ലിക്കേഷൻസും ഒക്കെ ഉള്ളത്. ഇത് എപ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ആവുന്നത്? നിങ്ങൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോ ഒരു ഗെയിം പെർമനന്റ് ആയിട്ടുള്ളത് എവിടെയാ? നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലാണ്, സ്റ്റോറേജിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഒരു ഗെയിമിന്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പ്രോസസ്സിനെ മെമ്മറിയിലേക്ക് ലോഡ് ആവുകയാണ് ചെയ്തത്. മെമ്മറി റാമിലേക്ക് ലോഡ് ആവുകയാണ് ചെയ്തത്. അപ്പൊ റാമിലേക്ക് ലോഡ് ആകുമ്പോഴാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ്സ് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത്? ഈ റാമിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് റൺ ആവുന്നത്. മനസ്സിലായോ? ഈ പ്രൊസീജിയർ ക്ലിയർ ആയോ? ക്ലിയർ? യെസ്. ഓക്കെ, ഇതിൽ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. അതായത് നിങ്ങൾ റാം എപ്പോഴാണ് റാം ആക്റ്റീവ് ആവുന്നത്? നിങ്ങൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. നിങ്ങൾ പവർ ഓഫ് ചെയ്യുന്നത് റാം ചിത്രത്തിലില്ല. ഓക്കെ, പകരം ഏതാ ഉള്ളത്? സെക്കൻഡറി സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. റാം എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ പവർ ഓൺ ചെയ്യുമ്പോഴാണ് സിസ്റ്റത്തിന്. ഇതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതെന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് എന്താണ്? വോളറ്റൈൽ അല്ല അല്ലെ, പെർമനന്റ് ആണ്. പെർമനന്റ് സ്റ്റോറേജ് ആണ്. നമ്മൾ ആ കണ്ടന്റിനെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നവരെ അത് അതിൽ തന്നെ കിടക്കും. നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കിയാലും സ്വിച്ച് ഓഫ് ആക്കിയാലും. ഓക്കെ, ക്ലിയർ ആണോ ഇതെല്ലാം? ഓക്കെ, ഇതാണ് പ്രോസസ്സുകൾ. ഈ പ്രോസസ്സുകൾ നിങ്ങളുടെ ആ നേരത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ കണക്ട് ചെയ്യുക. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോസസ്സുകളാണ്. നിങ്ങളുടെ റിക്വയർമെന്റ് ഫുഡ് ആയിരുന്നത് പോലെ പ്രോസസ്സുകൾക്ക് റിക്വയർമെന്റ്. സോ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്. എല്ലാവർക്കും ഉണ്ടോ വോയിസ് ബ്രേക്ക് ആവുന്ന? ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. നെറ്റ്വർക്ക് മാറ്റി നോക്കട്ടെ ഒരു മിനിറ്റ്. സാറേ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ വോയിസിൽ? ഇപ്പം കുഴപ്പമില്ല. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രോസസ്സുകളായിരുന്നു. നിങ്ങൾക്ക് ഫുഡ് ആവശ്യമായിരുന്നത് പോലെ പ്രോസസ്സുകൾക്ക് എന്താ ആവശ്യമുണ്ട്? കമ്പ്യൂട്ടിംഗ് പവറും മെമ്മറിയും സ്റ്റോറേജ് ഒക്കെ ആവശ്യമുണ്ട്. ഈ പറയുന്ന ഫുഡ് നിങ്ങൾക്ക് സാറല്ലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തന്നത്. അപ്പൊ ഇതേപോലത്തെ സാധനങ്ങളാണ് OS ചെയ്യുന്നത്. മനസ്സിലായോ? ഈ OSനകത്ത് റൺ ചെയ്യുന്ന ഡിഫറെന്റ് പ്രോസസ്സുകൾക്ക് ഒരുമിച്ച് ഈ പറയുന്ന കമ്പ്യൂട്ടിംഗ് പവറും മെമ്മറിയും ഇതും ആക്സ് ചെയ്യാൻ കൊടുത്തു തരുന്നതിന്റെ ടോട്ടൽ കൊളീഷൻ ആയതിന് അല്ലെ? ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് OS ആണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോസസ്സുകൾക്ക് ആവശ്യമായ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാറേ OS ഒന്നും കൂടി ചെറുതാക്കി ഒന്ന് പറഞ്ഞുതരുമോ? OS ചെറുതാക്കി പറഞ്ഞു. ഓക്കെ, അതായത് എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നോ? എക്സാമ്പിൾ ക്ലിയർ ആണ്. ഓക്കെ, അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പ്രോസസ്സുകളാണ്. പ്രോസസ്സുകൾക്ക് എന്തൊക്കെ ആവശ്യമാണ്? ഈ പറയുന്ന കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് ആവശ്യമാണ്, മെമ്മറി ആവശ്യമാണ്, സെക്കൻഡറി സ്റ്റോറേജ് ആവശ്യമാണ്. ഇതൊക്കെ ആവശ്യമാണ് അല്ലെ? പക്ഷെ ഇത് പ്രോസസ്സുകൾ ഒരുമിച്ച് ഒരേ സമയം ആക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? പ്രശ്നമാവില്ലേ? അപ്പോ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇന്റർമീഡിയറി വേണം. ആ ഇന്റർമീഡിയറി എന്താ ചെയ്യുന്നത്? ഈ പ്രോസസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കൃത്യമായ രീതിയിൽ കൊടുക്കണം. അത് എന്നാലേ ആ പ്രോസസ്സുകൾക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ
ഈ പറയുന്ന ഒരു കൊളീഷൻ ഇല്ലാത്ത രീതിയിൽ പ്രോസസ്സുകളുടെ എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. ഈ പണിയാണ് OS ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അഭിരാജ്, കൺഫ്യൂഷൻ ഉണ്ടോ? ഹലോ, ആ ക്ലിയർ ആയില്ല? ഇല്ല ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയത്. കാണാണ്ട് പഠിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് എന്താന്നുള്ള ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഈ ടേംസും ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ കാണാണ്ട് പഠിക്കാനൊന്നും നിൽക്കരുത്. അത് റോങ് ഐഡിയ ആണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ശ്രമിക്കുക. എഴുതാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ എഴുതുന്നുണ്ട് തോന്നുന്നു അല്ലേ അബി? അതുകൊണ്ടായിരിക്കും മേ ബി കണക്ട് ആവാത്തത്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. തൻസി, അഖിലാഷ്, തൻസീനോ? മനസ്സിലായി. ഓക്കെ, അഭിരാജ് മാത്രമല്ല. അപ്പൊ അഭിരാജിന് ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം. മനസ്സിലായില്ലെങ്കിൽ ഇനിയും ചോദിച്ചു കേട്ടോ. ഇനിയും ചോദിച്ചാൽ ഞാൻ ഇനിയും പറയും. പക്ഷെ ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ഓക്കെ, ചോദിക്കാതിരിക്കരുത്. ഞാൻ പിന്നെയും ചോദിച്ചു എന്നിട്ടും ഇതാവുന്നില്ല എന്നുള്ള രീതിയിൽ മടി കൊണ്ട് ചോദിക്കാതിരിക്കരുത്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയണേ. അതായത് എന്താണ്, നിങ്ങൾക്ക് പ്രോസസ്സുകൾക്ക് എക്സിക്യൂട്ട് ആവണമെങ്കിൽ പ്രോസസ്സുകൾക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്? ഒന്ന്, ഈ പ്രോസസ്സുകളെ എക്സിക്യൂട്ട് ചെയ്യാൻ പ്രോസസ്സർ ആവശ്യമാണ്. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാറില്ലേ, ഇന്റലിന്റെ i5, i7 എന്നൊക്കെ പറയുന്ന സാധനമല്ലേ പ്രോസസ്സർ. ഈ പ്രോസസ്സർ ആവശ്യമാണ് എന്തിന്? ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഒരു പ്രോസസ്സർ ആവശ്യമാണ്, പ്രോസസ്സിംഗ് പവർ ആവശ്യമാണ്. ഓക്കെ, ഇനി ഈ പ്രോസസ്സർക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഗ്രാം മെമ്മറിയിലേക്ക് ലോഡ് ആക്കണം. റാമിലേക്ക് ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുമ്പോഴാണ് പ്രോസസ്സർ അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആവശ്യം? പ്രോസസ്സർ ആവശ്യമാണ്, റാം ആവശ്യമാണ്. പിന്നെ ഈ പ്രോഗ്രാം എപ്പോഴും സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാ? ഹാർഡ് ഡിസ്കിലാണ് അല്ലെ, സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയും. അപ്പം പ്രോസസ്സർ ആവശ്യമാണ്, റാം ആവശ്യമാണ്, സെക്കൻഡറി സ്റ്റോറേജ് ആവശ്യം. ഇതൊക്കെ ആർക്ക് ആവശ്യമാണ്? ഓരോ പ്രോസസ്സുകൾക്കും ആവശ്യമാണ്. പക്ഷെ ഈ പ്രോസസ്സുകൾ ഒരേ സമയം ഈ പറയുന്ന റിസോഴ്സുകളെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് 1, 2, 3, 4, 5 ഒരുമിച്ച് വന്ന് റാം യൂസ് ചെയ്യാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് വന്ന് പ്രൊസസ്സർ ഇതാക്കണം, ഒരു റൂളൊന്നുമില്ല. എല്ലാവരും ഒരേ സമയം വന്ന് അറ്റാക്ക് ചെയ്യണം. ഏതുപോലെ? നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്ത് സംഭവിക്കും? റാമും കമ്പ്യൂട്ടിംഗ് പവറും ഇതൊക്കെ ഒരുമിച്ച് കുറെ പ്രൊസീജിയേഴ്സ് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ എന്ത് സംഭവിക്കും? കെയോസ് ആയിരിക്കും, ടോട്ടൽ പ്രശ്നങ്ങളാവും. അപ്പൊ എന്ത് ചെയ്യണം? ഒരാള്, നിങ്ങളുടെ സാറ് വന്നിട്ട് നിങ്ങളെ നിയന്ത്രിച്ച് ലൈന് നിർത്തി ഓരോരുത്തർക്കും ഫുഡ് കൊടുത്തില്ലേ? ഇതേപോലെ എന്ത് ചെയ്യണം? പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന പ്രോസസ്സിംഗ് ടൈമും മെമ്മറിയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കണം ഒരാള് മിഡിൽ മാൻ ആയിട്ട് നിർത്തി. ഇത് ആരാ ചെയ്യുന്ന? OS ആണ് ചെയ്യുന്നത്. എത്രയാണ് പറഞ്ഞത്? അഭിരാജിന് ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ഇതാണ് OS. ഈ OS ന്റെ തന്നെ സെൻട്രൽ പാർട്ടിനെ വിളിക്കുന്ന പേര് കേർണൽ എന്നാണ്. കേർണൽ, KERNEL, കേർണൽ. ഓക്കെ, കേർണൽ, സോറി, MEL, കേർണൽ. ഓക്കെ, OS ന്റെ തന്നെ കോർ ആയിട്ടുള്ള ഏരിയനെയാണ് കണ്ടോ, കോർ ഓഫ് എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. കേർണൽ, KERNEL, സോറി, കേർണൽ. ഓക്കെ, OS ന്റെ തന്നെ സെൻട്രൽ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കേർണൽ. ക്ലിയർ? ക്ലിയർ. നിങ്ങൾ കേട്ടിട്ടുള്ള ലിനക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ലിനക്സ് എന്താണ്? കേർണലാണ് കേട്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ലിനക്സ് എന്ന് പറയുന്നത് കേർണലാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഈ ഓക്കെ, അതായത് ലിനക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, പകരം എന്താണ്? കേർണലാണ്. ഓക്കെ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പോർഷൻ ആണ് എന്ത്? സാറേ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല സാർ. ഹലോ, ഇപ്പൊ കുഴപ്പമില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഈ കേർണലിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ലിനക്സ് എന്ന് പറയുന്ന കേർണലിന്റെ അടിസ്ഥാനത്തിലുള്ള കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉബുണ്ടു എന്ന് പറയുന്നത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മിന്റ് എന്ന് പറയുന്നത്
ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കാലി ലിനക്സ്. കാലി ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ. ഓക്കെ ഓക്കെ. പാരറ്റ് OS എന്ന് പറയുന്നത് വെരി ഗുഡ് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ ഗരുഡ, ആർച്ച് ലിനക്സ്, റെഡ് ഹാറ്റ്, ഇതൊക്കെ എന്താണ്? പിന്നെ ഫെഡോറ, ഇതൊക്കെ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള OSകളാണ്. ഇതേപോലെ എന്താണ്, വിൻഡോസിനെ വേണമെങ്കിൽ നമുക്ക് വിൻഡോസും കേർണലാണെന്ന് പറയാം. വിൻഡോസിന്റെ കേർണലിന്റെ പേര് വിൻഡോസ് തന്നെയാണെന്ന് പറയാം. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, വിൻഡോസ് 10, വിൻഡോസ് 11. ഓക്കെ. അപ്പൊ കേർണൽ എന്താണ്, OS ആണ്, രണ്ടാണ് കേട്ടോ, മനസ്സിലാക്കണേ. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ പേര് വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? വെർച്വൽ any ഐഡിയ? അതിന്റെ മലയാള അർത്ഥ? മലയാള അർത്ഥം എന്താ? അതായത് ഫിസിക്കലി ഒരു കാണാത്തൊരു സാധനം. ഫിസിക്കലി ഇല്ലാത്തൊരു സംഭവം വെർച്വൽ ആയിട്ടുണ്ട്. ഓക്കെ. സോ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പം ലിനക്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കണം. ഓക്കെ. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഓൾറെഡി ബേസ് ആയിട്ട് വിൻഡോസ് ഉണ്ടാവും വിചാരിച്ചു. വിൻഡോസ് ഉണ്ട്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോസ് 10 വിൻഡോസ് 11 എന്തോ വാട്ടെവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബാധിക്കാതെ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കളയാതെ നിങ്ങൾക്ക് ലിനക്സ് ഉപയോഗിക്കണം. എന്തൊക്കെ വഴികളുണ്ട്? VMware ഡൗൺലോഡ് ആക്കിയിട്ട് അതിനകത്ത് പിന്നെ അഖിലാഷ് വേറെന്തോ ഓപ്ഷൻ പറഞ്ഞിരുന്നല്ലോ. അഭിരാജ് കറക്റ്റ് ആണ് പറഞ്ഞത്. അഭിരാജ് പറഞ്ഞ ഡുവൽ ബൂട്ട് എന്ന് പറയും. ഡുവൽ ബൂട്ട് ചെയ്യാം. അതായത് ഒരേ സമയം നമ്മുടെ ഡ്രൈവ് ഈ പറയുന്ന പാർട്ടീഷനെ ഒന്നിലധികം OSകൾ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി, അതാണ് ഡുവൽ ബൂട്ട്. ഓക്കെ. ഡുവൽ ബൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത് അഭിരാജ് പറഞ്ഞ വഴിയാണ് എന്താണ്, ഒരു ഹൈപ്പർവൈസേഴ്സ് യൂസ് ചെയ്യാം. ഹൈപ്പർവൈസർ യൂസ് ചെയ്യാം. ഇനി അതിലേക്കാണ് ഞാൻ വരുന്നത്. ഹൈപ്പർവൈസേഴ്സ് ആർ യൂസ്ഡ് ഫോർ വെർച്വലൈസേഷൻ കൺസെപ്റ്റ്. അതായത് നമുക്ക് ഇപ്പം വെർച്വൽ മെഷീൻസ് ഉണ്ട്. വെർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഒരു മെഷീനാണ് അല്ലെ, ഒരു മെഷീൻ എന്ന് പറയാം നമുക്ക് ലാപ്ടോപ്പ്. അപ്പൊ ഇതേപോലെ നമുക്ക് വെർച്വലി മെഷീൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ഫിസിക്കലി ഒരു സാധനം ആയിരിക്കില്ല. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ലാപ്ടോപ്പിനകത്ത് നമ്മളൊരു മെഷീൻ റൺ ആവുന്നുണ്ട്. ഒരു വിൻഡോസ് ആണ് റൺ ആവുന്നതെന്ന് വെച്ചോ. അപ്പൊ എന്താണ്, ഇതിന് നമ്മുടെ ലാപ്ടോപ്പിന് എന്തുണ്ട്, റാം ഉണ്ട്, ഒരു OS ഉണ്ട്, ഈ പറയുന്ന പോലെ പ്രോസസ്സിംഗ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വെർച്വലി ഉണ്ടാക്കാം, വെർച്വൽ മെഷീൻസ് ആയിട്ട്. ഇപ്പൊ നമുക്ക് കാളി ലിനക്സിന്റെ വെർച്വൽ മെഷീൻ അവൈലബിൾ ആണ്. അതായത് അത് ശരിക്കും എന്തല്ല, ഒരു ഫിസിക്കലി ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതല്ല, ഫിസിക്കലി ഒരു ലാപ്ടോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതല്ല, ബട്ട് അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു സിസ്റ്റം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് വെർച്വൽ മെഷീൻസ് എന്ന് വിളിക്കുന്നത്. ഇതിലെ എല്ലാ OSകളുടെയും വെർച്വൽ മെഷീൻസ് അവൈലബിൾ ആണ്. ഉബുണ്ടുവിന്റെ വെർച്വൽ മെഷീൻസ് അവൈലബിൾ ആണ്, വിൻഡോസിന്റെ വെർച്വൽ മെഷീൻസ് അവൈലബിൾ ആണ്. ഓക്കെ. കാളി ലിനക്സിന്റെ വെർച്വൽ മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ വെർച്വൽ മെഷീൻസ് വെർച്വൽ ആണെങ്കിലും ഈ മെഷീൻ റൺ ആവാൻ എന്ത് ആവശ്യമാണ്? നേരത്തെ പറഞ്ഞ റിസോഴ്സുകൾ ആവശ്യമാണ് അല്ലെ. കാരണം ഒരു ഈ പറയുന്ന പോലെ പ്രൊസസ്സറോ റാമോ ഇതൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു OSന് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പ്രൊസസ്സറോ റാമോ സെക്കൻഡറി സ്റ്റോറേജ് ഒന്നും ഇല്ലാണ്ട് ഒരു OSന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെർച്വൽ ആണെങ്കിലും അതൊരു സിസ്റ്റമാണ്, വെർച്വൽ മെഷീനാണ്. അപ്പൊ വെർച്വൽ ആണെങ്കിലും അതിന്റെ നീഡ് ഉണ്ട്. ഈ നീഡിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർവൈസേഴ്സ്. എന്താണ്? ഹൈപ്പർവൈസേഴ്സ്. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഹൈപ്പർവൈസേഴ്സ്. ഓക്കെ. ഈ ഹൈപ്പർവൈസേഴ്സ് എന്താ ചെയ്യുന്നത്? വെർച്വൽ മെഷീൻസിന് ആവശ്യമായ റിസോഴ്സുകൾ ബേസ് മെഷീൻ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ള വിൻഡോസോ ലിനക്സോ ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, ഈ മെഷീനിൽ നിന്ന് കടം വാങ്ങിക്കും. ഓക്കെ. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്ന നമുക്ക് ബേസ് ആയിട്ട് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഇതിന്റെ കയ്യിലായിരിക്കും കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവും. നമ്മുടെ ലാപ്ടോപ്പിന്റെ റിസോഴ്സുകളായിട്ടുള്ള പ്രൊസസ്സറിന്റെയും റാമിന്റെയും സെക്കൻഡറി സ്റ്റോറേജിന്റെ ഒക്കെ കംപ്ലീറ്റ് കൺട്രോൾ ഇപ്പൊ ആരുടെ കയ്യിലാണ്? നമ്മുടെ ബേസ് OSന്റെ കയ്യിലാണ്. അത് വിൻഡോസോ ലിനക്സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മീൻസ് ലിനക്സ് ബേസ്ഡ് OSോ വിൻഡോസ് ബേസ്ഡ് OSോ എന്തോ ആയിക്കോട്ടെ,
നമ്മുടെ ബേസ് മെഷീനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന OS-ന്റെ കയ്യിലാണ് നമ്മുടെ കംപ്ലീറ്റ് റിസോഴ്സുകളുടെയും കൺട്രോൾ ഉള്ളത്. ഓക്കെ, അതായത് പ്രോസസർ ആണെങ്കിലും റാം ആണെങ്കിലും സെക്കൻഡറി സ്റ്റോറേജ് ആണെങ്കിലും എല്ലാം. ഓക്കെ, ഈ പറയുന്ന ബേസ് OS-ൽ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് റിസോഴ്സ് കടം വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഈ പറയുന്ന വെർച്വൽ മെഷീൻസിന് കൊടുക്കുന്നത് ആരാ? ഹൈപ്പർവൈസർ. ഹൈപ്പർവൈസേഴ്സ് ആണ്. സോ ഇതാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒറിജിനൽ നമ്മുടെ സോറി ഫോർ ദാറ്റ്, അതായത് നമ്മുടെ ഒറിജിനൽ ബേസ് OS-ൽ നിന്ന് ഇതിന്റെ കൺട്രോൾ ഉള്ള ബേസ് OS-ന്റെ കയ്യിലാണ്. അതിൽ നിന്ന് കുറച്ച് കടം വാങ്ങി വെർച്വൽ ആയിട്ടാണെങ്കിലും അവരുടെ ആവശ്യങ്ങളുണ്ട്, അതിന് ഈ പറയുന്ന കടം വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ച് പ്രോസസിംഗ് കപ്പാസിറ്റി, കുറച്ച് മെമ്മറി ഇതൊക്കെ കൊടുക്കും. ഇത് ചെയ്യുന്നതാരാ? ഹൈപ്പർവൈസർ. ഇതാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒറിജിനലി ബേസ് OS-നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വെർച്വൽ മെഷീൻസ് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാൻ പറ്റും. ഇതാണ് വെർച്വലൈസേഷൻ. ക്ലിയർ? ഹൈപ്പർവൈസേഴ്സിന്റെ എക്സാമ്പിൾ ആണ് നേരത്തെ അഭിരാജ് പറഞ്ഞത്. വെർച്വൽ ബോക്സ് ഉപയോഗിക്കാം, VMware ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഹൈപ്പർവൈസേഴ്സ് ആണ് കേട്ടോ. തൻസി, അഖിലാഷ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അഖിലാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഡുവൽ ബൂട്ട് ആണല്ലേ. ഡുവൽ ബൂട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാം, ഹൈപ്പർവൈസേഴ്സ് ഉപയോഗിക്കാം. കാരണം ഏറ്റവും നല്ലത് ഹൈപ്പർവൈസർ ഉപയോഗിച്ചിട്ട് അറ്റാക്കിംഗ് മെഷീൻസും ചെയ്യലാട്ടോ. കാരണം നമ്മളിപ്പം ഈ പറയുന്ന അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് നമ്മുടെ ഡയറക്ട്ലി നമ്മുടെ ലാപ്പിന്റെ റിസോഴ്സുകളെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഹൈപ്പർവൈസർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്, ബെറ്റർ. പക്ഷെ മറ്റേതാണ് കൂടുതൽ ഫാസ്റ്ററും കാര്യങ്ങളൊക്കെ. സ്റ്റിൽ ഇങ്ങനെയാണ് നല്ലത്, ഹൈപ്പർവൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ കാണാലോ, തൻസി കാണാലോ. വെർച്വൽ ബോക്സ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർവൈസറിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതാണ് ഒരു ഹൈപ്പർവൈസർ. ഈ ഹൈപ്പർവൈസർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. ഇതാണ് ആ ഹൈപ്പർവൈസർ. ഓക്കെ, ഈ ഹൈപ്പർവൈസർ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെർച്വൽ മെഷീൻസ് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഒരു മെഷീനാണ് കാളി ലിനക്സ്. ഓക്കെ, ഈ കാളി ലിനക്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഹൈപ്പർവൈസർ. ഈ വെർച്വൽ ബോക്സ് പറയുന്ന ഹൈപ്പർവൈസർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ? ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ആവും. എന്റെ വിൻഡോസ് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വെർച്വലി വേറൊരു മെഷീൻ റൺ ചെയ്യാം. അതാണ് വെർച്വലൈസേഷന്റെ ഗുണം. മനസ്സിലായോ? കണ്ടോ, താഴെ മൊത്തം വിൻഡോസ് അങ്ങനെ തന്നെ റൺ ആവുന്നുണ്ട്, അതിലൊന്നും യാതൊരു തരത്തിൽ ബാധിച്ചില്ല. പക്ഷെ ഇതെന്താണ്, എനിക്ക് അതിനകത്ത് വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഓക്കെ ആണല്ലോ? ഇതാണ് വെർച്വലൈസേഷൻ. ഇതിനകത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് OS-കളും വെർച്വൽ മെഷീൻസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഏത് OS-കളും വെർച്വൽ മെഷീൻസ് ആയിട്ട് റൺ ചെയ്യും. അതായത് നിങ്ങൾ വിൻഡോസ് OS ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിനകത്ത് നിങ്ങൾക്ക് വിൻഡോസ് റൺ ചെയ്യാൻ പറ്റും. വിൻഡോസിനകത്ത് വേറൊരു വിൻഡോസിന്റെ വെർച്വൽ മെഷീൻ റൺ ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ലിനക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കാളി ലിനക്സ്, അത് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ്രോയിഡ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, മാക് OS റൺ ചെയ്യാൻ പറ്റും. ഏത് OS-ന്റെയും വെർച്വൽ മെഷീൻസ് നമുക്ക് ഇത്തരത്തിലുള്ള ഹൈപ്പർവൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ സംശയമില്ലല്ലോ? ഓക്കെ, സോ ഇതാണ് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് അങ്ങനെയുള്ള ഇപ്പൊ കാളി ലിനക്സ് ഇത്രയും കാര്യങ്ങൾ വെർച്വലൈസേഷനിൽ വരും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന കുറച്ച് ലിനക്സിന്റെ കുറച്ച് കമാൻഡ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വെർച്വൽ മെഷീൻ എന്താണ്, കേണൽ എന്താണ്, OS എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്താണ് എല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, അതിലൊന്നും സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ലിനക്സിന്റെ കാര്യങ്ങളാണ്. ലിനക്സിന്റെ ബേസിക് കമാൻഡ്സും ആണ് ഇന്ന്, അതും കൂടെയാണ് കവർ ചെയ്യാൻ പറഞ്ഞത്. സോ ബാക്കിയെല്ലാം നെറ്റ്വർക്കിന്റെ ബേസിക്സിൽ വരുന്നതാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ OSI ലെയർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ അതിന്റെ അത് പക്ഷെ കവർ ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു
റിസോഴ്സ് ഞാൻ ഷെയർ ചെയ്യാം. അത് നിങ്ങളൊന്ന് വീഡിയോ കണ്ടാൽ മതി, അടിപൊളിയാണ്. അപ്പോ അതൊന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, OSI ലെയറിനെ കൊണ്ട് വായിച്ചു നോക്കണം. OSI ലെയർ എന്താണെന്നുള്ളത് വായിച്ചു നോക്കണം. എന്നിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. ഇവന്റെ വീഡിയോ ഞാൻ കാണലുണ്ട്. ഈ പുള്ളിയുടെ ഇത് തന്നെയാണോന്നൊന്ന് ഉറപ്പുവരുത്താനാണ്. ഈ വീഡിയോ കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ, ഈ പുള്ളിയുടെ വീഡിയോയിലുണ്ട് OSI നെ കുറിച്ചൊക്കെ കണ്ടാൽ മതി കേട്ടോ. നെറ്റ്വർക്ക് ചെക്ക് എന്നാണ് ചാനലിന്റെ പേര്, ഒന്ന് കണ്ടാൽ മതി. നെറ്റ്വർക്ക് ചെക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ലിനക്സിനാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ 2 സൈറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ആ സൈറ്റുകൾ ഒന്ന് നോക്കണം. ഒന്ന് ലിനക്സ് ജേണി എന്നുള്ള സൈറ്റാണ്, ലിനക്സ് ജേണി. ഓക്കെ, ലിനക്സ് ജേണി കാണിച്ചുതരാം. ലിനക്സ് ജേണി നിങ്ങൾ ഡെയിലി ഇതിൽ ചെയ്തു നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. ലിനക്സ് ജേണി ഇതിൽ അഡീഷണൽ പറഞ്ഞൊന്നുകൂടി പറഞ്ഞു, ഫസ്റ്റ് തൊട്ട് കേട്ടിക്കില്ല, വോയിസ് ബ്രേക്ക് ആയി. അല്ല, നിങ്ങൾ ഡെയിലി ഇത് നോക്കണം. ഈ ഒരു വെബ്സൈറ്റ് ലിനക്സ് ജേണി. ഓക്കെ, ഇതിനകത്ത് കമാൻഡ് ലൈൻ ഉണ്ട്. ഇതാണ് കമാൻഡ്സ് പഠിക്കാനുള്ള ഒരു പാത്ത്. നിങ്ങൾ ഇതിനകത്ത് വരുന്ന എല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം, ഡെയിലി ചെയ്തു നോക്കണേ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ വെർച്വലൈസേഷൻ പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഇതിന് മിനിമം റിക്വയർമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. 8 GB എങ്കിലും മിനിമം റാം വേണം, പിന്നെ ഒരു i5 എങ്കിലും പ്രൊസസർ വേണം. ഓക്കെ, ഇതൊക്കെ മിനിമം വേണേ. നിങ്ങളുടെ അടുത്തുണ്ടോ? എല്ലാവരുടെ അടുത്തുണ്ടോ? ഇല്ല, എന്റെ അടുത്തില്ല. അത് വേണം കേട്ടോ. മിനിമം 8 GB വേണം, മിനിമം. എക്സ്പാൻഡബിൾ ആക്കാൻ പറ്റുന്നത് വാങ്ങിയാൽ മതി. വെറുതെ 8 GB ആണ് ഇപ്പൊ വാങ്ങുന്നുള്ളത്, മതി, കുഴപ്പമില്ല, പഠിക്കുന്ന സമയത്ത് അത് മതി. പക്ഷെ അത് എക്സ്പാൻഡബിൾ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ലാപ്പ് വാങ്ങിയാൽ അതായിരിക്കും ബെറ്റർ. കാരണം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഭാവിയിൽ റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ദാറ്റ്സ് നോട്ട് ഗുഡ് അല്ലെ. ഒന്നുകിൽ 16 GB അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 16 GB വാങ്ങിക്കുക, മിനിമം 8 GB വാങ്ങിക്കുക, അത് എക്സ്പാൻഡബിൾ ആക്കാൻ നോക്കുക. ബാക്കിയുള്ള അവസ്ഥ എന്താ? അഖിലാഷും തൻസിയും അഖിലാഷിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വെർച്വൽ ബോക്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്ത് ഇത് സിമ്പിൾ ആണ്, അത് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ടാൽ മതി, വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ആക്കാം. ഇനി നിങ്ങൾ അടുത്ത ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കാളി ലിനക്സ് ആണ്. അപ്പോൾ കാളി ലിനക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. കാളി ലിനക്സ്, ഇതിന്റെ ഗെറ്റ് കാളി കണ്ടോ, ഡൗൺലോഡ് ഗെറ്റ് കാളിയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെർച്വൽ മെഷീൻ കണ്ടോ, വെർച്വൽ മെഷീൻ, അത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതാണ് വെർച്വൽ ബോക്സിന് വേണ്ടിയിട്ടുള്ള ഫയലില്ലേ, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, അതപ്പോ ഒരു കംപ്രസ്ഡ് ഫയലായിട്ടാണ് കിട്ടുക. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്രഷൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനെന്ത് ചെയ്യണം, അൺസിപ്പ് ചെയ്യണം. അൺസിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഐക്കൺ കാണാം. അതിൽ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക് മാത്രം ചെയ്താൽ മതി, ഡയറക്റ്റ് വെർച്വൽ ബോക്സിലേക്ക് അത് ഇമ്പോർട്ട് ആയിക്കോളും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണോ? അഭിരാജ്, നിങ്ങൾ ചെയ്തു നോക്കണേ. എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഈ സൈറ്റ് നിങ്ങൾ എന്നിട്ട് അതിൽ ഡെയിലി പോകണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഡെയിലി ചെയ്തോ കേട്ടോ, ഇത് ഡെയിലി ചെയ്തോ, നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. നമ്മൾ നോക്കുന്നത് വേറൊരു സാധനമാണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിങ്ങൾ OSന് എത്ര രീതിയിൽ കമാൻഡ് കൊടുക്കുക എന്നുള്ളത്? OSന് ഏതൊക്കെ രീതിയിൽ കമാൻഡ് കൊടുക്കാം ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ പറഞ്ഞ കാര്യം. രണ്ട് രീതിയിൽ. ഏതൊക്കെയാ? GUIയും പിന്നെ GUIയും
GUIയും CLIയും. അതെ. CLIയുടെ ഫുൾ ഫോം എന്താ? CLI എന്താ? What do you mean by CLI? Command line interface. ഹലോ, അറിയില്ലേ? കമാൻഡ് ലൈൻ ഇന്റർഫേസ് CLI. എന്താ നിങ്ങൾ റെസ്പോൺസ് ഇല്ലാത്ത? അറിയാം. അഭിലാഷ് പോയോ? ഇവിടെ ഉണ്ട്. അല്ല, CLI ഓർമ്മയില്ല? ഓർമ്മയുണ്ട്. കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്തായിരുന്നു അത്? കമാൻഡ് ലൈൻ ഇന്റർഫേസ് കമാൻഡ് കൊടുത്താല് അതിനനുസരിച്ച് റൺ